ഗൈസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പോറിറ്റ്സ് ആണ്, പിന്നെ ബ്രെഡ് ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്, പത്തിരി ഉണ്ട്, പിന്നെ ചിക്കൻ നഗറ്റ്സ് ഉണ്ട്, പോറിറ്റ്സ് ഉണ്ട്, ഹോട്ട് വാട്ടർ ഉണ്ട്. നമ്മളിതെല്ലാം കഴിച്ച് റെഡി ആവട്ടെ. ഇത് ഈ കാണുന്ന മലയാണെന്ന് നമുക്ക് കയറാനുള്ളത്. അവിടെ കുറച്ച് പേര് ഇങ്ങനെ കയറി പോകുന്നൊക്കെ കാണാം. നല്ല കുത്തനുള്ള സ്റ്റീപ്പ് കയറ്റമാണ്, നേരെ കയറി പോകണം. ഇതിന് പറയുന്നതാണ് ബൊറോങ്കോ വാൾ എന്നാണ് ഇതിന് പറയുന്നത്. ഞാനും നോയലും കുറച്ച് നേരത്തെ ഇറങ്ങി. ചുമ്മാ പിന്നെ ജോസഫും പിന്നീട് വരും, ടെൻറ്റൊക്കെ പാക്ക് ചെയ്തിട്ട് വരിക. അതെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ട്രയൽസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ട്രയൽസ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ഭീകരമായ, കുറച്ച് ദൗത്യമേറിയ ട്രയൽസാണ്, കുറച്ച് ഹാർഡായിട്ടുള്ള ട്രയൽസാണ്. ഗൈസ്, ഇതാണ് ബൊറോങ്കോ വാളിൽ വരുന്ന കയറ്റം. ഒരു അഡ്വഞ്ചറായിട്ടാണ്. നമ്മൾ 2 കൈയും 2 കാലും ഉപയോഗിച്ച് വേണം കയറാൻ. ഇവിടുത്തെ പോട്ടർമാരെ സംബന്ധിച്ച് ഏതായാലും അവരെങ്ങനെയാണോ ഇത്രയും ലഗേജൊക്കെ തൂക്കി ഇങ്ങനെ ഇതിലേ പോകുന്നത്. ടെൻറ്റും വലിയ ബാഗൊക്കെ ആയിട്ട് ഇതിലേ പോകും. ഇവിടെ ക്ലൗഡ് ബെഡുകളൊക്കെ കാണാം, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. പിന്നെ അതെ, അവിടെ ഒരു ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. ഇവിടെ വെയ്യാണ്ടായി കഴിഞ്ഞാൽ റെസ്ക്യൂ ചെയ്യാൻ ഹെലികോപ്റ്റർ വരും. റോങ്കോ ക്യാമ്പാണിത്. നമ്മളിപ്പം കയറി വന്ന വഴിയാണിത്. നമുക്കിതിലേ എങ്ങനെ കയറി പോകേണ്ടത്. ക്ലൗഡ് ബെഡ് നല്ല സൂപ്പറായിട്ട് കാണാം കേട്ടോ. ക്ലൗഡ് ബെഡൊക്കെ കാണാം. ഇപ്പം 4200 മീറ്റർ ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റിലാണ്. മഞ്ചാരോ നമ്മളൊരു 10 മിനിറ്റോടെ ബ്രേക്ക് എടുക്കും. ചെറിയ സ്നാക്സ്, വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ക്യാമ്പിലേക്ക് പോകും. ടഫസ്റ്റ് പാർട്ടായിരുന്നു, പക്ഷേ അഡ്വഞ്ചറായിരുന്നു കേട്ടോ. അഡ്വഞ്ചറായിരുന്നു. കൈ കൊണ്ടൊക്കെ പിടിച്ച് റോക്ക് ക്ലൈമ്പിങ് പോലെ ആയിരുന്നു ബൊറോങ്കോ വാൾ. Almost to the top. Yes. Kilimanjaro, Hakuna Matata. Welcome. ഇവിടെ വരുമ്പോൾ കണ്ടൊരു വ്യത്യസ്തമായ റോക്കാണ്. അങ്ങനെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അവിടെ കാണുന്ന സ്ഥലമാണ് കറാങ്ക വാലിയാണ് കാണുന്ന സ്ഥലം. നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുന്ന് പിന്നെ അങ്ങനെ കയറി പോകണം കറാങ്ക ക്യാമ്പിലേക്ക്. വിച്ച് റൂട്ട് ഇസ് ദാറ്റ്? Left. The same way. We go up and this way. You go up to the camp and then go. And go to this way. Yeah. After lunch. Yeah. Okay. ആ കറാങ്ക ക്യാമ്പിൽ പോയിട്ട് നമ്മൾ അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് അവിടുന്ന് പിന്നെ ഈ വഴിക്ക് എങ്ങനെ പോയിട്ടാണ് നമ്മളെ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. Alright guys. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, മേലെ കാണുന്നതാണ് കറാങ്ക ക്യാമ്പ്. മേലെ കാണുന്നത് ഇതാണ് കറാങ്ക വാലി. ഇവിടുന്നാണ് വെള്ളം ഫില്ല് ചെയ്യുക. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് വെള്ളം കിട്ടാനില്ല കേട്ടോ. ഈ
ഗൈഡുകളൊക്കെ ഇവിടെ നിന്നാണ് വെള്ളം എടുത്തിട്ട് മേലേക്ക് കൊണ്ടുപോകാറ് കേട്ടോ. ഇവരൊക്കെ വെള്ളം ഇവിടുന്ന് എടുത്തിട്ടാണ് മേലേക്ക് കൊണ്ടുപോകാറ്. കറാങ്ക ക്യാമ്പ് 3995 മീറ്റർ ഓൾട്ടിറ്റ്യൂഡിലപ്പോൾ ഇത് ഓൾമോസ്റ്റ് 4000 മീറ്ററിലാണ്. യെസ്, സ്റ്റേ ചെയ്യാൻ പോകുന്നത്. മെനി പീപ്പിൾസ് ആർ സ്റ്റേയിങ് ഹിയർ ഓൾസോ, റൈറ്റ്? People take 7 days and the others take 6 days. So who take 6 days? Stay here. Stay here for a few minutes for lunch, and then they proceed to base camp. But who take 7 days, Stay here. Enlight. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് കമ്പനിയുടെ Enlightenment Style. So now we going lunch from here? Yeah, for the For lunch? Yeah. Alright. അപ്പോൾ നമ്മളിപ്പം ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ടായിരിക്കും നമ്മൾ ബേസ് ക്യാമ്പിലേക്ക്. അപ്പം കറാങ്കോ ക്യാമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇവിടുത്തെ ഹട്ടിൽ വന്നിരിക്കുകയാണ്. കറാങ്കോ ഹട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മളിപ്പം ലഞ്ച് കഴിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്തിട്ട് താഴ്ന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ലഞ്ച് കഴിച്ച ഉടനെ തന്നെ ക്യാമ്പിലേക്ക് പോകുന്നതാണ്. സോ യെസ്, നമ്മൾ ലഞ്ച് കഴിക്കട്ടെ. എന്തൊക്കെയാണുള്ളത് നോക്കാം. നമുക്ക് ഇന്നത്തെ ലഞ്ച് നമുക്ക് എന്തൊക്കെയാണുള്ളത് നോക്കാം. അപ്പോൾ ഈ കറാങ്കോ ഹട്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കറാങ്കോ എന്ന് പറഞ്ഞാൽ പീനട്ട് എന്നാണ്, നമ്മുടെ കടല, അതിനാണ് കറാങ്കോ എന്ന് പറയാം. ഗൈസ്, അപ്പം ഫൈനലി നമ്മുടെ ക്യാമ്പ് കണ്ടിരിക്കുക. അതിൻ്റെ ടോപ്പിലാണ് നമ്മളെ ക്യാമ്പ് വരുന്നത്. ഇനി ഒരു 30 മിനിറ്റും കൂടെ ഉണ്ടാവും അല്ലേ? യെസ്, ബറഫ് ക്യാമ്പ് എന്നാണ് പറയുക അതിന്. ബറഫ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽ, തൻസാനിയയിൽ സ്നോ എന്ന് തന്നെ, ഇന്ത്യയിലും അതേ തന്നെ പറയാം, സ്നോ എന്ന് തന്നെ പറയൽ. ബർഫ് ക്യാമ്പ്. അങ്ങനെ നമ്മൾ ഫൈനലി ബർഫ് ക്യാമ്പിൽ എത്താനായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഹെലിപാഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചു പോകുന്ന ആൾക്കാർ സബ്മിറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആൾക്കാരാണ്. നാളെ തിരിച്ചു പോകേണ്ടത് ഈ വഴിക്കാണ്. നമ്മൾ ഇന്ന് ഇവിടാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്, ബർഫ് ക്യാമ്പ്. പിന്നെ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതിനാണ് ശരിക്കും അൽഫൈൻ ഡെസേർട്ട് എന്ന് പറയുക. ഇവിടെ ഒരു പുല്ലോ ഒരു ചെടിയോ പോലെയോ കാണാൻ പറ്റില്ല, പൂക്കളൊന്നും കാണാൻ പറ്റില്ല. ഫുള്ള് ഇതേപോലത്തെ ലാൻഡുകളായിരിക്കും, വലിയ വലിയ സ്റ്റോണുകളൊക്കെ ഉള്ള ഇതുപോലത്തെ ലാൻഡുകളായിരിക്കും. പിന്നെ ഗൈസ്, ഇവിടുത്തെ ഹെലികോപ്റ്ററിന് ഇവിടുന്ന് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിൽ നമുക്ക് അടുത്ത സിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 2000 USD ആണ്. 2000 USD എന്ന് പറയുമ്പം ഏകദേശം നമ്മളെ ഇന്ത്യൻ മണി ഒരു 2 ലക്ഷം അടുപ്പിച്ച് വരും. പിന്നെ ബെനിഫിറ്റ് ഉണ്ട്, ട്രാവൽ ഇൻഷുറൻസ് എടുത്തവർക്ക് 50% കുറയും. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താനായിട്ടോ. നമ്മൾ ക്യാമ്പൊക്കെ കാണിച്ചു തരാം, ബർഫ് ക്യാമ്പൊക്കെ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ ബർഫ് ക്യാമ്പിലെത്തിയിരിക്കുകയാണ്. ബറഫ് ക്യാമ്പ്. മാമ്പോ ഹക്കുന മത്താത്ത പോലെ പോലെ ഗൈസ്. അപ്പോൾ നമ്മളിപ്പം ബർഫ് ക്യാമ്പിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, 4673 മീറ്റർ ഓൾട്ടിറ്റ്യൂഡിലാണ്. യെസ്, അപ്പം ഇവിടുത്തെ ഓഫീസാണ് കാണുന്നത്. ഇവിടെ നെറ്റ്വർക്കും ചാർജൊക്കെ ചെയ്യാം. ചാർജ് ചെയ്യുന്നതിന് എക്സ്ട്രാ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ചാർജ് ചെയ്ത് കിട്ടും. ഇവിടെ സോളാർ പാനലിലാണ് അതൊക്കെ വർക്കാവുന്നത്. അപ്പം യെസ്, നമ്മൾ ഇപ്പം 4600 മീറ്ററിലാണ് ഉള്ളത്. ബറഫ് ക്യാമ്പ് എന്നാണ് പറയുക. നാളെ നമ്മൾ കയറാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ പോയിട്ടായിരിക്കും. ഇവിടുത്തെ മൗണ്ടെയിനൊക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയേ.
നല്ല ഭംഗിയുള്ള മൗണ്ടെയ്ൻസാണ്. പിന്നെ ഗൈസ് വേറൊരു കാര്യം, ഈ ട്രക്കിനൊക്കെ വരുമ്പം നമ്മൾ ഇതേപോലെ പ്രോപ്പറായിട്ടുള്ള ഗ്ലാസ്സൊക്കെ ഉപയോഗിക്കുക, സൺഗ്ലാസ്സൊക്കെ ഉപയോഗിക്കണം. അത് നിർബന്ധമാണ്, മസ്റ്റാണ്. പിന്നെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കണം. പിന്നെ നമ്മുടെ വാസ്ലിൻ, ഞാൻ ചുണ്ട് പൊട്ടുന്നതിനും മൂക്ക് പൊട്ടുന്നതിനും വാസ്ലിനാണ് യൂസ് ചെയ്യൽ. അത് ഞാൻ എപ്പോഴും ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ചുണ്ടൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ട്, അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ബെറ്ററാണ്. യെസ്, അപ്പോൾ സന്തോഷം. നമ്മൾ ബർഫ് ക്യാമ്പിലെത്തിയിരിക്കുകയാണ്. നമ്മളെ ലാസ്റ്റ് ഫൈനൽ ക്യാമ്പാണ്, കിളിമഞ്ചാരോ സബ്മിൻ്റെ ലാസ്റ്റ് ക്യാമ്പാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഹായ് ഗായ്സ്, ഇപ്പം സൺസെറ്റിൻ്റെ ടൈമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ടൈമാണ്. ഐ ലവ് സൺസെറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സൺസെറ്റ്. ക്ലൗഡ് ബഡ്. ഹലോ ഗായ്സ്, ഇപ്പം സമയം 7 മണിയായിട്ടുണ്ട്. നൈറ്റ് 7 മണിയായിട്ടുണ്ട്. നമ്മൾ സൺസെറ്റൊക്കെ കണ്ട്, നല്ല കിടിലൻ സൺസെറ്റൊക്കെ കണ്ട് ഇപ്പോൾ ടെൻറ്റിനുള്ളിൽ റെസ്റ്റ് ചെയ്യാണ്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത് വെള്ളമാണ്. വെള്ളം ഒരു 3 to 5 ലിറ്റർ ഡെയിലി കുടിക്കാൻ ശ്രമിക്കാം. വെള്ളമാണ് നമ്മുടെ ഓക്സിജൻ, വെള്ളമാണ് മെഡിസിൻ. അപ്പം നമുക്കിവിടെ സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, പംകിൻ്റെ സൂപ്പാണ്. അപ്പോൾ ഈ സൂപ്പ് നമ്മൾ ഫുള്ളും കുടിക്കും. പിന്നെ വെള്ളം, വാട്ടർ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഹോട്ട് വാട്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ കുടിക്കാനാണ് ഇപ്പോൾ പരിപാടി. യെസ്, നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ട്. എന്നത്തെ പോലെയും ഇന്ന് പാസ്തയും വെജിറ്റബിൾ സ്റ്റ്യൂ ആണ്. ഇതൊരു സോസാണ്, ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. യെസ്, നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്.